നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന കോഴിമാലിന്യം നമുക്ക് മാത്രമല്ല നമ്മുടെ വരും തലമുറയ്ക്കും ഒരു മഹാവിപത്താണെന്ന് എത്ര പേർക്കറിയാം. നമ്മൾ മലയാളികളെല്ലാം പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ചിലർ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികളാണ് എല്ലാവരെയും ബുദ്ധിമുട്ടാക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ചിക്കൻ വേസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. 1 കിലോ ചിക്കൻ വേസ്റ്റ് പുഴയിൽ കൊണ്ടിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 ലക്ഷം ലിറ്റർ വെള്ളം മലിനമാക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ബാധിക്കുന്നത് നമുക്ക് മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയ്ക്കും കൂടിയാണ്. ഈ വെള്ളം ഉപയോഗിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, ഇവർക്കൊക്കെയാണ് ഇത് ദോഷകരമായി ബാധിക്കുന്നത്. പിന്നെ ഒരു കാര്യമാണ് ഈ ചിക്കൻ വേസ്റ്റ് ഭൂമിയിൽ കുഴിച്ചിടുന്നത്. ഇത് കുഴിച്ചിട്ട് കഴിയുമ്പോൾ അതിലത്തെ മാംസം മാത്രം അലിഞ്ഞു പോകും, പക്ഷെ അതിൻ്റെ തൂവൽ കാലങ്ങളോളം അങ്ങനെ തന്നെ നിലനിൽക്കും. അത് പിന്നീട് വർഷങ്ങളോളം നിലനിന്ന് കഴിയുമ്പോൾ കൃഷിയെ സാരമായി അത് ബാധിക്കും. വർഷങ്ങളായിട്ട് വേറെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയെ നഷ്ടപ്പെടും. ഈ ചിക്കൻ വേസ്റ്റ് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ചീഞ്ഞ് അന്തരീക്ഷത്തിൽ അമോണിയ ഫോം ആവുകയും അന്തരീക്ഷത്തിൽ ഇതിൻ്റെ വായുവിൽ ഈ സ്മെല്ലും ഈ അമോണിയൊക്കെ സ്പ്രെഡ് ചെയ്ത് ഇത് ശ്വസിക്കുന്ന ആൾക്കാർക്കുള്ള രോഗങ്ങളും ദൂരവ്യാപകമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കോഴി വേസ്റ്റ് മണ്ണിൽ കുഴിച്ചിടാനോ പുഴയിലേക്ക് വലിച്ചെറിയാനോ പാടില്ല. ഇതിനെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പല രീതികളും ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് മാത്രം ചെയ്യുക. ബാക്കി ഒരു കാര്യവും, നമ്മുടെ പ്രകൃതിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കുക. ഈ മനോഹരമായ പ്രകൃതിയെ നമ്മുടെ വരും തലമുറയ്ക്ക് ഇതിലും മനോഹരമായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്.